എന്തിനാന്ന് വെച്ചാൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. ആ ലക്ഷ്യം കഴിയുന്നതോടുകൂടി ആ ടീം വേർതിരിച്ച് പോവാ, പിന്നീട് നിലനിൽക്കുന്നൊന്നുമില്ല. ആ ലക്ഷ്യം കഴിയുന്നതോടുകൂടി പോകും. അപ്പൊ അതിനെ പറയുന്നതാണ് നമ്മുടെ സംഘം. പിന്നെ നമുക്ക് ദ്വിതീയ സംഘത്തിൽ വേറെ എന്തൊക്കെ പറയാം, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. നമുക്ക് ക്ലബ്, പരിസ്ഥിതി ക്ലബ്, പി ക്ലാസ്സിൽ അലീനെ ഒരു പരിസ്ഥിതി ടീമിനെ വിളിച്ചു, പരിസ്ഥിതി ക്ലബിന് വേണ്ടി വിളിച്ചു. അപ്പൊ അലീന ഈ ക്ലാസ്സിൽ അലീന മാത്രമല്ല, പക്ഷെ അലീനയുടെ പോലെ വേറെ ക്ലാസ്സിൽ നിന്ന് അലീനക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേര് വരും. പക്ഷെ നിങ്ങൾക്ക് അവിടെ ലക്ഷ്യം എന്താ? തൈകൾ നടാം, പരിസ്ഥിതി ക്ലബിൽ ഒരു വർക്ക് നിങ്ങൾക്ക് തരും. അപ്പൊ അതൊക്കെ വർക്കൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് പേരുണ്ടാവും, 1-2 പേരൊക്കെ, ഒരു വലിയ കൂട്ടം. നമ്മൾ ശ്രദ്ധിക്കണം, പ്രാഥമിക സംഘത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കൂട്ടമാണ് വരുന്നത്. പക്ഷെ ദ്വിതീയ സംഘത്തിൽ ഒരു കൂട്ടം, ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ആ ഗ്രൂപ്പ് ആ ലക്ഷ്യം കഴിയുന്നതോടുകൂടിയിട്ട് വേർതിരിഞ്ഞ് പോകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്തൊക്കെ വേണം, തൊഴിലുറപ്പ് പറയാം, റോഡ് പറയാം, മറ്റേ റോഡ് പണി വരുന്നില്ലേ, റോഡ് പണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് അത് പണിയെടുക്കാൻ വരും. അപ്പൊ ആ സമയത്താണ് അവർ ഒരുമിക്കണതും ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതോടുകൂടിയിട്ട് അവർ പല വഴിക്ക് പോകുന്നു. അപ്പൊ മക്കൾക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം എന്താണെന്ന് പറഞ്ഞില്ലേ, നമ്മളൊന്ന് പറഞ്ഞു. പ്രാഥമിക സംഘം എന്താ എന്താണ് പറഞ്ഞില്ല, സാമൂഹിക പറഞ്ഞു പരസ്പരം സംസാരിച്ച ഭാരതീയയുടെ ഉദാഹരണങ്ങൾ പറയുന്നത് കുടുംബം, കൂട്ടുകാർക്ക് അവർക്കാണ് പറഞ്ഞത്. നമുക്ക് ദ്വിതീയ സംഘം ഒരാൾ പറഞ്ഞേ, ഇപ്പൊ മാഷ് പറഞ്ഞു ദ്വിതീയ സംഘത്തിന്റെ ഉദാഹരണം മോള് പറഞ്ഞു. അല്ല, അപ്പച്ചനെ പോലെ പറഞ്ഞു. ഇപ്പൊ മാഷ് പറഞ്ഞത് അവസാനം നമ്മളെന്താ പറഞ്ഞത്? അറിയാത്ത ആൾക്കാർ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വരും, ആ ലക്ഷ്യം കഴിഞ്ഞോടുകൂടിയിട്ട് പിരിഞ്ഞു പോകും. അതിലെത്ര ഒരുപാട് കൂട്ടാൾക്കാരുണ്ടാവില്ലേ, അതാണ് ദ്വിതീയ സംഘം. ഇപ്പൊ മാഷ് രണ്ടും മനസ്സിലായില്ലേ? ഇനി മക്കളെ നമുക്ക് സാമൂഹ്യ സംഘങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷെ ഈ സാമൂഹ്യ സംഘങ്ങൾ എന്ന് പറയുന്നത് ഗുണത്തിന് വേണ്ടി മാത്രം ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ സാമൂഹ്യ സംഘങ്ങളിൽ കൂടി ഇതിനൊരു മറുവശമുണ്ട്. സാമൂഹ്യ സംഘങ്ങൾ ചില വ്യക്തികളെ ദോഷകരമായി നമ്മുടെ സമൂഹത്തിൽ വളരെ ദോഷമായിട്ട് നിൽക്കുന്ന സംഘങ്ങളുണ്ട്. അത് നമുക്ക് പറയാമല്ലോ, ഇഷ്ടപ്രകാരം പറയാലോ. നമുക്ക് ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് നെഗറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞ മക്കൾ ഏതൊക്കെ? ഡ്രഗ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രഗ്സ്. പിന്നെ വേറെ എന്തൊക്കെ? ഇഷ്ടംപോലെ പറയാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് പ്ലസ് ടു ചേട്ടന്മാർ, അതിനിപ്പോ നമ്മൾ ആ സമയത്താണ് എല്ലാവരും സമപ്രായക്കാർക്ക്. അപ്പൊ അതിലൊരു കുട്ടിക്ക് നല്ല കുട്ടിക്ക് അവരുടെ സ്വഭാവത്തിലൊന്നും ഒരു പ്രശ്നമുണ്ടാകും. പക്ഷെ ആ കൂട്ടത്തിൽ അവരങ്ങനെ ഇരിക്കും, ഒരു പരസ്പരം നാട്ടിൽ ചേട്ടന്മാരൊക്കെ കൊടുത്തു. അപ്പൊ ഇവനെയും കൊടുത്തില്ല, ഈ വായി നോക്കി അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ സമപ്രായക്കാരുടെ പേരുള്ള പ്രശ്നം എന്താ? സമപ്രായക്കാർ ഒരാൾ ചെയ്തിട്ട് നമ്മൾ മാത്രം നമുക്ക് വിഷമമുണ്ടാവും ഇല്ലേ? അപ്പൊ നമ്മളൊരു മോശക്കാരനാണെന്നൊരു തോന്നൽ അവിടെ വരും. അപ്പൊ നമ്മളത് ചെയ്യാൻ സ്വാധീനിക്കപ്പെടുന്നു. അപ്പൊ ഇന്നത്തെ പല ക്ലാസ് സ്കൂളുകളിൽ പോയിട്ട് ബാത്റൂമിൽ അവിടെ നിന്ന് പലരും പറയുന്നത്. അപ്പൊ ഒരു കൂട്ടം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ പ്ലസ് ചേട്ടന്മാർ ഉപയോഗിക്കുന്നുണ്ട്. അതിന് പല സ്ഥലത്തും നമുക്ക് തെളിവുകളുണ്ട്. അപ്പോ ഈ സംഘം എന്താ വരുന്നത്? ഈ സംഘം സമൂഹത്തിന് വളരെ ദോഷമായിട്ടുള്ള സംഘമല്ലേ. അപ്പൊ നമുക്കൊരു ഉദാഹരണം കിട്ടിയില്ലേ? പിന്നെന്താ പറയുക? ഇനി വേറെ ഏതൊക്കെ സംഘങ്ങൾ നമുക്ക് പറയാം? അപ്പൊ ഒന്നാലോചിച്ചു. അപ്പൊ മക്കൾ ചിന്താമണിക്കൊക്കെ ഫിലിമുണ്ട്, കണ്ടിട്ടില്ല? കണ്ടവരൊക്കെ ചിന്താമണിക്കൊക്കെ അതിലൊരു കൂട്ടം, ഒരു ഗ്യാങ് ഉണ്ട്, ഒരു പെൺകുട്ടികളുടെ ഗ്രൂപ്പ് ഉണ്ട്. അവരുണ്ടായിരുന്നു, അവര് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന പാവപ്പെട്ട മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ സിനിമ എല്ലാവരും കാണാത്ത കാരണം അതിന്റെ ചെറിയൊരു വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ അവരും മനസ്സിലാവും. അതെ, അതെന്താന്ന് അതിന് വരെ കണ്ടുള്ള അവരെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാൽ മതി. ആ ഗ്യാങ്ങില്ല, അവർക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്യാങ് ചെയ്തത് കേട്ടോ, ആ ഗ്യാങ് ചെയ്തത് അതെ. ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചു.
കാരണം അവർ VIPs ആണ്, വളരെ പണക്കാരായിട്ട് ക്യാഷ് കൊടുത്ത് ഈ കുട്ടി പഠിപ്പിന്റെ ബേസിൽ വന്ന കുട്ടിയാണ്. അപ്പൊ ഇവിടെ അവർക്ക് അസുഖം വന്നിട്ട് അവര് മാനസികമായിട്ട് ശാരീരികമായിട്ട് റാഗിങ് ഇല്ലേ അത് ചെയ്തിട്ട് ആ കുട്ടിക്ക് ലാസ്റ്റ് അത്രയും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണ്. പക്ഷെ അവർക്ക് സഹിക്കാൻ പറ്റാണ്ട് അവിടെ നിർത്തി പോകാൻ വരികയാണ്. അപ്പോ അവിടെ എന്താ ആ ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? ആ ഗ്രൂപ്പ് സമൂഹത്തിന് നല്ലതാണോ? അല്ലല്ലോ. ആ ഗ്രൂപ്പ് അവിടെ തെറ്റായ സന്ദേശമാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് നമുക്ക് ഇതിൽ പെടുത്താം. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സദാചാരം ബാധിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഭയങ്കരമായിട്ട് തിരിഞ്ഞുകൊണ്ട് വരിക. ഇപ്പൊ നമ്മളെന്താ നമുക്കിപ്പോ ഒരു പെൺകുട്ടികളുടെ ഗ്രൂപ്പ് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ആൺകുട്ടികളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നാട്ടിലെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ, കസിൻ, അവരൊക്കെ നമ്മൾ ഒരുമിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ കഴിക്കാൻ പറ്റില്ല. അവർ വരും, അവർ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് നാട്ടിൽ ഇപ്പൊ നമ്മളൊരു ടൂർ പോയി ഫ്രണ്ട്സാണ് നമ്മളത്രയും നമ്മളെ പ്രധാന പോലെ കാണുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവരൊന്നും ശ്രദ്ധിക്കാം. അവരെന്താ ശ്രദ്ധിക്കാം? അവരാണെങ്കിൽ ഇവര് വരും, ഇവര് വന്നിട്ട് നമ്മളാ ചീത്ത പറയും, അനാവശ്യ തെറികൾ പറയും. പിന്നെന്താ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് പറയും. ചൂടിലോണ്ട് അടിക്കുന്ന സംഭവങ്ങളുണ്ടായി ഇല്ലേ? എവിടെ ഉണ്ടായത്? അന്നൊക്കെ മലയമ്പലത്തിനുണ്ടായോ? അത് ആൺകുട്ടി പെൺകുട്ടി വന്നിട്ട് മല എന്തിനു വേണ്ടിയാന്ന് നമുക്കറിയില്ല. പക്ഷെ അവരടിക്കാനുള്ളൊരു അധികാരം ഇല്ല. പക്ഷെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യണം. അപ്പൊ ഈ 3 സംഘം നമ്മൾ പറയുന്നത് എന്താ? സമൂഹത്തിന് ദോഷമാണ്. ഒരു ഗ്രൂപ്പിന്റെ ആവശ്യം ഈ ലോകത്ത്. പക്ഷെ അതങ്ങനെയും വ്യക്തികളെ മോശമായി സ്വാധീനിച്ചുകൊണ്ട് വരാറുണ്ട്. ഇപ്പൊ മാഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ 3 കാര്യങ്ങളും പറഞ്ഞ മനസ്സിലായി. നമുക്കൊരു വിശദീകരണം പോലെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് പറയാം. നമുക്ക് പറയാൻ പറ്റിയ ഉദാഹരണങ്ങൾ ദോഷമായിട്ട് എത്ര വേണമെങ്കിലും പറയാം, നമുക്കില്ലേ?